ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ ജനത നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. 2024 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം നമ്മൾ 77ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ആ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്വർണ്ണ തളികയിൽ വെച്ച് ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിയ സമ്മാനമല്ല നമ്മുടെ സ്വാതന്ത്ര്യം. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ലംഘിച്ച് ഒരു കൂട്ടം ജനത ജീവത്യാഗം ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരാരും നമ്മുടെ കൂടെയില്ല. അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പുത്തൻ തലമുറയാണ്. അറൗണ്ട് ദ വേൾഡ് സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമായ കഥ, കഴിഞ്ഞ 77 വർഷത്തിൽ നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളുടെ കഥ നമുക്കറിയാം. കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്ന പല യൂറോപ്യൻ കമ്പനികളിൽ ഒന്നായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. 1757 പ്ലാസി യുദ്ധത്തിനും 1764 ബക്സർ യുദ്ധത്തിനുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തുന്നത്. ഇന്ത്യൻ ഭരണത്തിലേക്ക് എത്തിയതിനു ശേഷം ഇന്ത്യയുടെ ജനങ്ങളുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളെ ഭരിച്ചിരുന്നത്. അവർക്കെതിരെ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം വരുന്നത് 1857 1857 അന്നത്തെ അവസാനത്തെ മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത്. അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും സിപ്പോയ് മ്യൂട്ടിനി അല്ലെങ്കിൽ ശിപായി ലഹള എന്നുള്ള പേരിലുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ കലാപത്തെ അടിച്ചമർത്തിയതിനു ശേഷം ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് 1858 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ ബ്രിട്ടീഷ് രാജ് അല്ലെങ്കിൽ ക്രൗൺ റൂൾ എന്നൊക്കെ വിളിക്കുന്നത്. ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ യത്നിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ആശയം ആദ്യമായി ഉയർന്നു വരുന്നത് 1921 1921 കോൺഗ്രസിന്റെ അഹമ്മദാബാദ് സെഷനിലാണ് സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന സയ്യദ് ഹസ്രത് മൊഹാനി ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വർഷമാണ് 1929. 1929 കോൺഗ്രസ് സെഷൻ നടന്നത് ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിലാണ്. ആ സെഷനിലാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ അഥവാ ഇന്ത്യയുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കുന്നത്. തൊട്ടടുത്ത വർഷം 1930 ജാനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിക്കപ്പെടുന്നു. 1930 മുതൽ 1946 വരെ കോൺഗ്രസും ഇന്ത്യക്കാരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതും ജാനുവരി 26. എന്നാൽ 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ജാനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി മാറുകയുണ്ടായി. ഇനി നമുക്ക് 1947 വരാം. അക്കാലത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു ലേബർ പാർട്ടിയിൽ നിന്നുള്ള ക്ലെമന്റ് ആറ്റ്ലി. 1947 ഫെബ്രുവരി മാസം ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം വച്ച ആ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 1948 ജൂൺ മാസമാണ്. എന്നാൽ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കുറെ കൂടെ മുന്നേയാക്കുന്നു. അങ്ങനെയാണ് 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് 1947 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ആ നിയമപ്രകാരം അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെടുന്നു. 2 ഡൊമീനിയനുകൾ ഇന്ത്യയും പാകിസ്ഥാനും ജന്മം കൊള്ളുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി മൗണ്ട് ബാറ്റൻ ഓഗസ്റ്റ് 15 തിരഞ്ഞെടുത്തു എന്നതിനും ഉത്തരമുണ്ട്. 1945 ഓഗസ്റ്റ് 15 ജപ്പാൻ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സിനോട് തോൽവി സമ്മതിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് അതിൻ്റെ 2ാം വാർഷികമായിരുന്നു. എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അഥവാ വിധിയുമായുള്ള നമ്മുടെ കൂടിക്കാഴ്ച. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ള മറ്റൊരു പ്രസംഗം ഉണ്ടാകില്ല. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത പ്രസംഗമാണിത്. ആ പ്രസംഗത്തിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. ദീർഘകാലം മുൻപ് വിധിയുമായി നമ്മളൊരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. ആ സമയം ആഗതമായിരിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നുയരും. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നമ്മൾ ചുവടുവയ്ക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് അതിൻ്റെ ശബ്ദം വീണ്ടെടുക്കുകയാണ്.
നീണ്ട ഒരു ദുരിതകാലത്തിനാണ് നാം ഇന്ന് പരിസമാപ്തി കുറിക്കുന്നത്. ഇപ്പോൾ നമ്മളെ മാടി വിളിക്കുന്നത് പുതിയൊരു ഭാവിയാണ്. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വസിക്കാൻ കഴിയുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ മഹത്തായ മന്ദിരം നമുക്ക് പടുത്തുയർത്താം. അന്നു മുതൽ പതിറ്റാണ്ടുകളായി ഓരോ ഭാരതീയനും ഉറ്റുനോക്കുന്നതാണ് ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങൾ. ഈ ഓഗസ്റ്റ് 15 നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ലാഹോറി ഗേറ്റിന് മുന്നിൽ നിന്ന് ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം നമ്മളെ അഭിസംബോധന ചെയ്യും. ആയിരത്തി 1947 സ്വതന്ത്രമായപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ വെറും 34 കോടിയായിരുന്നു. എന്നാൽ ഇന്ന് 2024 145 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1700-കളിൽ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു സമയത്ത് ലോക വരുമാനത്തിൻ്റെ 23% ഇന്ത്യയിൽ നിന്നായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകളുടെ കൊള്ളയ്ക്ക് ശേഷം അവർ ഇന്ത്യ വിട്ടപ്പോൾ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. ലോക വരുമാനത്തിൻ്റെ വെറും 4% മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് 1947 ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത്. ഇതിനെപ്പറ്റി മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ വാസ് ദ ബ്രൈറ്റസ്റ്റ് ജുവൽ ഇൻ ദ ബ്രിട്ടീഷ് ക്രൗൺ, ബട്ട് ഇറ്റ് വാസ് വൺ ഓഫ് ദ പോറസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് അറ്റ് ദാറ്റ് ടൈം. അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ തിളങ്ങുന്ന രത്നമായിരുന്ന ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിരുന്നു. പിന്നീട് ഇന്ത്യൻ എക്കണോമിയിൽ ഒരുപാട് ഉയർച്ച താഴ്ചകളുണ്ടായി. 1947 ദാരിദ്ര്യത്തിൽ നിന്ന ഒരു രാജ്യം പിന്നീട് ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുകയുണ്ടായി. ഇത് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. 1990-കളുടെ തുടക്കത്തിൽ കടത്തിൽ മുങ്ങിക്കുളിച്ച് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും വായ്പ എടുക്കേണ്ടി വന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ അതേ രാജ്യമാണ് ഇന്ന് ഇന്ത്യയെ കോളനിയാക്കി വച്ചിരുന്ന UK മറികടന്നുകൊണ്ട് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നത്. ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് സ്പേസ് സെക്ടറിലാണ്. 1963 തുമ്പയിൽ ആരംഭിച്ച തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ TERLS ആണ് ഇതിന്റെ തുടക്കം. പിന്നീടാണ് ഇസ്രോ അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ന് ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ചില നേട്ടങ്ങൾ ഇസ്രോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവയിൽ ചിലതാണ് ചന്ദ്രനെ പഠിക്കാനുള്ള ചാന്ദ്രയാൻ ദൗത്യങ്ങൾ, ചൊവ്വയെ പഠിക്കാനുള്ള മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗൾയാൻ, അല്ലെങ്കിൽ സൂര്യനെ പഠിക്കാനുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യ L1 മിഷൻ. ഇക്കഴിഞ്ഞ 77 വർഷങ്ങളിൽ ഇന്ത്യ കൊയ്തെടുത്ത ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇനിയും. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 1950 ജാനുവരി 26 നിലയിൽ വന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇതുവരെ 106 തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യഭരണത്തിൻ്റെ അടിത്തറ. 20ാം നൂറ്റാണ്ടിൽ ഇന്ത്യയോടൊപ്പം പിറവിയെടുത്ത മറ്റു ചില രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, ചൈന, മ്യാൻമർ, ശ്രീലങ്ക എന്നിവ. ഈ രാജ്യങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണ് ഒരിക്കലും അട്ടിമറിക്കപ്പെടാത്ത ഒരു ഭരണഘടന. ഈ രാജ്യങ്ങളിലെല്ലാം പലപ്പോഴായി ജനകീയ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. മിലിറ്ററി ഭരണം പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്വേച്ഛാധിപതികൾ ഭരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തിന്? ഭരണഘടന തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭംഗി എന്തെന്നാൽ 1951-52 ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ മുതൽ ഇക്കഴിഞ്ഞ 18ാമത് ലോക്സഭാ ഇലക്ഷൻ വരെ ഒരു പാർട്ടിയും മിലിറ്ററി ഉപയോഗിച്ച് ഭരണഘടനയെ അല്ലെങ്കിൽ ഭരണത്തെ അട്ടിമറിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ 77 വർഷങ്ങളിൽ നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഇനിയും ഒരുപാട് നമുക്ക് നേടാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാറേണ്ട വിദ്യാഭ്യാസ സമ്പ്രദായം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിലെ യുവതലമുറയ്ക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിലുള്ള പ്രത്യാഘാതം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ മറ്റൊരു മാറാവ്യാധിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇന്ത്യയിൽ ഓരോ വർഷവും ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും കോടിക്കണക്കിന് ജനങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാന പ്രശ്നമാണ് കറപ്ഷൻ അഥവാ അഴിമതി. വികസനം സാധാരണക്കാരിലേക്ക് എത്താത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അഴിമതി അഥവാ കറപ്ഷൻ. കറപ്ഷൻ, ക്യാസ്റ്റിസം, കമ്മ്യൂണലിസം. അഴിമതി, ജാതീയത, വർഗീയവാദം. ഈ മൂന്നും തുടച്ചു നീക്കിയാലേ 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി, വികസിത രാജ്യമാവുകയുള്ളൂ എന്ന് ഈ അടുത്ത് പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇതൊന്നും ഇന്ത്യയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല. ഒരൊറ്റ മതമുള്ള, ഒരൊറ്റ ഭാഷയുള്ള, വളരെ കുറച്ച് ജനസംഖ്യയുള്ള ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിൽ പോലും ഈ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലോകത്തെ എല്ലാ പ്രധാന മതങ്ങളുമുള്ള, ആയിരക്കണക്കിന് ജാതികളുള്ള, 100 കണക്കിന് ഭാഷകൾ സംസാരിക്കുന്ന 145 കോടി ജനങ്ങൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്.
ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകളെ മാറ്റി നിർത്തി ഇന്ത്യയെ ഇന്ത്യയാക്കുന്ന നാനാത്വത്തെ നിലനിർത്തി അവരിൽ ഒത്തൊരുമ കണ്ടെത്താൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരുമിച്ച് മുന്നേറാനാവുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന ആശയത്തെ എതിർത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു 1940 മുതൽ 45 വരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായാൽ കൂടെ അധികകാലം നിലനിൽക്കില്ല. ഇന്ത്യ എന്ന് പറയുന്ന ആശയം പല ചെറു രാജ്യങ്ങളായി വിഘടിച്ച് ഒന്നുമില്ലായ്മയിലേക്ക് കൂപ്പുകുത്തും. ഈ ചിന്താഗതി വച്ചു പുലർത്തിയ അദ്ദേഹത്തിനും അദ്ദേഹത്തെ പോലുള്ള മറ്റുള്ളവർക്കുമുള്ള ചുട്ട മറുപടിയാണ് കഴിഞ്ഞ 77 വർഷത്തെ ഇന്ത്യയുടെ വളർച്ച. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്കും ഒന്ന് മാറി ചിന്തിക്കാം. ഇനി അങ്ങോട്ട് ജാതിയുടെ, മതത്തിൻ്റെ, ഭാഷയുടെ രാഷ്ട്രീയം നമുക്ക് പറയാതിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയാം. ജനക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്ര നിർമ്മാണത്തിനായുള്ള ദേശീയ ബോധം നമുക്കേവർക്കും വളർത്താം. ജയ് ഹിന്ദ്.